ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ ബീഫ് പെരട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മുഴുവനായിട്ടുള്ള പെപ്പർ 3 ടേബിൾ സ്പൂൺ, മുഴുവനായിട്ടുള്ള മല്ലി 5 ടേബിൾ സ്പൂൺ, പെരും ജീരകം 2 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 തക്കോലം, 2 ജാതിപത്രി, 2 പീസ് പട്ട, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ജാതിക്കായും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് തന്നെ ഈ വറുക്കല്ലാണ് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാണ്ട് എല്ലാം ഒരേ ലെവലിൽ വറുത്തെടുക്കണം. ഈ പെരുംജീരകെല്ലാം ചേർന്നുകൊണ്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ വീട്ടിലാകെ ഇറച്ചിക്കറിയുടെ നല്ലൊരു മണം വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് വറന്ന് വന്നു എന്ന്. ഏകദേശം 3 മിനിറ്റ് ഇത് വറുത്തെടുത്താൽ മതി. 3 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടും. പിന്നെ ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആവണം. എന്നാൽ വറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഇതേ പാനിൽ വെക്കാണ്ട് വേറെ പാനിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അളവുകളെല്ലാം ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുക്കണം. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 5 വലിയ സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഉപയോഗിക്കാം. ഒരു കുക്കർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാടൻ രീതിയിലെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. എണ്ണയുടെ അളവുണ്ടല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. വളരെ കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാം. വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓയിലൊക്കെ കൂടുതൽ ചേർത്താൽ പെട്ടെന്ന് സവാള വഴന്ന് വരും. അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. നല്ലപോലെ നേരിയതായിട്ട് കട്ട് ചെയ്താൽ തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനും പറ്റും. എന്നിട്ട് നല്ലപോലെ വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ ടേബിൾ സ്പൂണിലുണ്ടല്ലോ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതായത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് അരച്ചെടുത്തത്. ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആവണം. ആ പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് കുക്കാവണം. ഇതാ ഇവിടെ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെപ്പറാണ് കൂടുതലുള്ളത്. മുളക് പൊടി ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. പെപ്പറിലാണ് എപ്പോഴും ബീഫ് ഉണ്ടാക്കിയ ടേസ്റ്റ് കൂടുതൽ. ഇനി കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ, അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ഈ ടേബിൾ സ്പൂണിൽ ലെവലായിട്ടാണ്, അതായത് ഫുള്ളായിട്ട് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അളവുകളെല്ലാം തെറ്റും. എന്നിട്ട് ചെറിയ തീയിലാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1.5 കിലോ എല്ലില്ലാത്ത ബീഫും 1/4 കിലോ എല്ലുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടിയുള്ള അളവാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നേരത്തെ തന്നെ കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തീ ചെറുതാണുള്ളത്. എല്ലാ ബീഫും ഇട്ടതിന് ശേഷം തീ കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ബീഫ് കറി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം പോലും വെള്ളം കൂട്ടാൻ പാടില്ല. ബീഫിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ തക്കാളിയും സവാളയിലും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ചില ആൾക്കാരെല്ലാം ബീഫിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന കാണലുണ്ട്. അപ്പോൾ ബീഫിനും ടേസ്റ്റ് കുറയും. അങ്ങനെയുള്ള കാര്യമെല്ലാം ശ്രദ്ധിക്കണം. ബീഫ് നേരത്തെ തന്നെ ഊറാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിലുള്ള വെള്ളം മുഴുവനും വാർന്ന് കിട്ടും. എന്നിട്ട് ഈ മസാലയുമായിട്ട് ഈ ബീഫ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുള്ളത് 1.25 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ആദ്യത്തെ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ അത് ലെവലായിട്ട് എടുത്തു, പിന്നെ 1/4 സ്പൂണും കൂടി ചേർത്തു. അങ്ങനെ 1.25 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഈ കുക്കറിൽ ബീഫ് ഫുള്ളുണ്ടല്ലോ, ഏകദേശം 1/4 ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. 1 കിലോ ബീഫൊക്കെ ആണെങ്കിൽ 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ ബീഫ് ഉണ്ടല്ലോ, വേവിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് വിസിലിൻ്റെ പറയാൻ പറ്റില്ല. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും, ചില ബീഫിന് വേവ് കുറവായിരിക്കും. അത് കാലിൻ്റെ തോടെയാണെങ്കിൽ നല്ല വേവ് ഉണ്ടാവും, കൈയിൻ്റെ ഇറച്ചിയാണെങ്കിൽ വേവ് കുറവായിരിക്കും. പിന്നെ ചില ആൾക്കാരുടെ കുക്കറിലും വിസിൽ വ്യത്യാസമായിരിക്കാം. ഏതായാലും ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. നിങ്ങൾക്കറിയുമല്ലോ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലെന്ന്. എന്നിട്ട് സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊക്കെ അധികം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചാറ് കുറുകണ്ട ലൂസ് തന്നെ മതിയെങ്കിൽ ഇതേ അളവിലെടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടി വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഈ സമയം നോക്കണം ഉപ്പോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്തേലും കുറവുണ്ടോയെന്ന് നോക്കണം. എന്നിട്ട് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 6 വിസിൽ വരുന്നത് വരെയാണല്ലോ വേവിച്ചത്. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും കുക്കറിൽ ബീഫ് ഫുള്ളുണ്ടെങ്കിൽ വിസിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് അല്പം മുളകിൻ്റെ ഒരു കുറവ് കണ്ടു. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പെല്ലാം കറക്റ്റ് അളവായിരുന്നു. നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കുകയും ചെയ്യാം. കുറച്ച് കുഞ്ഞുള്ളിയും 2 പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഗോൾഡ് കളറാവുന്നില്ലേ, ആ രീതിയിലൊന്ന് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.